നമസ്കാരം. നമുക്ക് ചുറ്റും ധാരാളം ശത്രുക്കളുണ്ട്. ഇവരുടെ ചതിപ്രയോഗങ്ങളിൽ നിന്നും യൂണിവേഴ്സ് നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്നും ഈ ചതിപ്രയോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് എങ്ങനെയെന്നുമാണ് ഞാനിന്ന് നോക്കുന്നത്. ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം. 8 കാർഡുള്ളൊരു സ്പ്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ബോട്ടം മന്ത് 10 ഓഫ് വാൻഡ്സ് ആണ്. Queen of Wands, 8 of Cups, the Fool, the Hierophant, Temperance, Page of Pentacles, King of Swords, the Hanged Man. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി നമുക്ക് വിശദമായ വായനയിലോട്ട് പോകാം. ടെമ്പറൻസ് കാർഡ് ഈ സ്പ്രെഡിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ സംരക്ഷണം പൂർണ്ണമായി യൂണിവേഴ്സിൻ്റെ കൈകളിലാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഈ കാർഡ് ദിവ്യമായ സംരക്ഷണത്തിൻ്റെ കാർഡാണ്. ചതികൾക്കിടയിലും യൂണിവേഴ്സ് നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിഭ്രാന്തിയും ദേഷ്യവും ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ശാന്തരായിരിക്കുന്നുവോ അത്രത്തോളം അവരുടെ നെഗറ്റീവ് എനർജി അവർക്ക് തിരിച്ചടിയാകുമെന്നാണ്. മറ്റുള്ളവർ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ ആ അനുഭവങ്ങളെ നിങ്ങൾ കൂടുതൽ പക്വത നേടാനുള്ള പാഠങ്ങളായി മാറ്റും. ചതി നിങ്ങളെ തകർക്കുന്നതിന് പകരം നിങ്ങളെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. ശത്രുക്കൾക്കെതിരെ നിങ്ങൾ എപ്പോൾ പ്രതികരിക്കണം, എപ്പോൾ മാറി നിൽക്കണമെന്ന് യൂണിവേഴ്സ് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ കാർഡ് നേരിട്ട് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാവൽ മാലാഖമാരെയാണ്. നിങ്ങൾ പോലും അറിയാതെ മാലാഖമാർ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാതെ പല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സ് വഴുതി മാറ്റിക്കൊണ്ടു പോകുന്നു. ശത്രുക്കൾ ഒരുക്കുന്ന വലിയ കെണികൾ അവസാന നിമിഷം പരാജയപ്പെടുന്നത് ഈ ദിവ്യമായ ഇടപെടൽ കൊണ്ടാണ്. ശത്രുക്കളുടെ ചതികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് ക്യൂൻ ഓഫ് വാൻഡ്സ് എന്ന കാർഡിലൂടെ നോക്കുമ്പോൾ വളരെ ശക്തമായ ചില സൂചനകളാണ് ലഭിക്കുന്നത്. ശത്രുക്കൾ ഇരുട്ടിലിരുന്ന് ചതികൾ മെനയുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും ആത്മവിശ്വാസവും ഒരു കവചം പോലെ പ്രവർത്തിക്കും. അവരുടെ നെഗറ്റീവ് തന്ത്രങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാവത്തെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ എത്രത്തോളം സമാധാനവും ആത്മവിശ്വാസത്തോടെയും ഇരിക്കുന്നുവോ അത്രത്തോളം അവരുടെ ചതികൾ പരാജയപ്പെടും. ആരെങ്കിലും നിങ്ങൾക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ യൂണിവേഴ്സ് ചെറിയ ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും. എന്തോ എവിടെയോ പിശകുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് യൂണിവേഴ്സിൻ്റെ സംരക്ഷണമാണ്. ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നു. ഇത് ശത്രുക്കളെ മാനസികമായി തളർത്തും. 8 ഓഫ് കപ്സ് എന്ന കാർഡ് പറയുന്നത് ചില പോരാട്ടങ്ങൾ ജയിക്കേണ്ടത് അവരോട് യുദ്ധം ചെയ്തല്ല, മറിച്ച് ആ സാഹചര്യം ഉപേക്ഷിച്ച് നടന്നകലുന്നതിലൂടെയാണ്. യൂണിവേഴ്സ് നിങ്ങളെ ചതിയുടെ ലോകത്ത് നിന്ന് സമാധാനത്തിൻ്റെ ലോകത്തേക്ക് നിങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത്. ശത്രുക്കളെ അവഗണിച്ച് നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നടന്നു നീങ്ങാനാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ അവരെ ഉപേക്ഷിക്കുമ്പോൾ അവരുടെ ചതികൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നു. ദ ഫൂൾ കാർഡ് പറയുന്നത് തന്ത്രശാലിയായ ശത്രുക്കൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത നിഷ്കളങ്കതയുടെ കരുത്താണ് നിങ്ങളുടെ ആയുധം. ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ വീഴില്ല, കാരണം യൂണിവേഴ്സ് നിങ്ങളെ മറ്റൊരു പാതയിലൂടെ നയിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ അദൃശ്യമായ കൈകൾ നിങ്ങളെ വീഴാതെ താങ്ങുന്നുണ്ട്. നിങ്ങൾ നിഷ്കളങ്കമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കുന്നവർ സ്വന്തം കെണിയിൽ തന്നെ വീഴുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ പക്കൽ അഹങ്കാരമോ പകയോ ഇല്ലാത്തതിനാൽ അവർ എറിയുന്ന നെഗറ്റീവ് എനർജി നിങ്ങളുടെ മേൽ പതിക്കാതെ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറും. ദ ഹെയറോഫന്റ് പറയുന്നത് ശത്രുക്കൾ നുണകളും അപവാദങ്ങളും പ്രചരിപ്പിച്ചേക്കാം, എന്നാൽ ഈ കാർഡ് സത്യത്തിൻ്റെ കാവൽക്കാരനാണ്. നിങ്ങൾ നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിലാണെങ്കിൽ യൂണിവേഴ്സ് ആ സത്യത്തെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരും. നിങ്ങളുടെ സ്വഭാവശുദ്ധി തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിരോധം. ഒടുവിൽ ശത്രുക്കൾക്ക് സ്വന്തം നുണകൾക്ക് മുന്നിൽ തോൽക്കേണ്ടി വരും. നിങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ശരിയായ വ്യക്തികളെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലെത്തിക്കും. ശത്രുക്കൾ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും ഒരു അദൃശ്യ ശക്തി നിങ്ങളെ നേർവഴിക്ക് നയിക്കുകയും ചതികളിൽ നിന്ന് തടയുകയും ചെയ്യും. പേജ് ഓഫ് പെൻഡക്കിൾസ് ശത്രുക്കളുടെ ചതികളിൽ നിന്നും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ശത്രുക്കൾ മറച്ചു പിടിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടും. ഒരു കരാറിൽ ഒപ്പിടുമ്പോഴും അല്ലെങ്കിൽ ഒരാളെ വിശ്വസിക്കുമ്പോഴോ ഉള്ള അപകട സൂചനകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ കാർഡ് വിശ്വസ്തതയെ സൂചിപ്പിക്കുന്നു. ചതിയന്മാർക്ക് പകരം സത്യസന്ധരായ ചില പുതിയ വ്യക്തികളെ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. കിങ് ഓഫ് സോർഡ്സ് ഏറ്റവും പവർഫുള്ളായ കാർഡാണ്.
ഒരു രാജാവ് തൻ്റെ വാൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ബുദ്ധിയും വിവേകവുമാണ് നിങ്ങളുടെ ആയുധം. ശത്രുക്കൾ എന്തൊക്കെ തന്ത്രങ്ങൾ മെനഞ്ഞാലും അത് പാതി വഴിയിൽ വെച്ച് തന്നെ തിരിച്ചറിയാനും തകർക്കാനും നിങ്ങൾക്ക് കഴിയും. കിങ് ഓഫ് സോർഡ്സ് നീതിയുടെ കാവൽക്കാരനാണ്. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ കള്ളങ്ങൾ പറയുകയോ അപവാദം പ്രചരിപ്പിക്കുകയോ ചെയ്താൽ സത്യം വെളിപ്പെടുത്താൻ യൂണിവേഴ്സ് ഇടപെടും. കോടതി കാര്യങ്ങളിലോ ഔദ്യോഗികമായ തർക്കങ്ങളിലോ നിങ്ങൾക്കാണ് വിജയം ലഭിക്കാൻ പോകുന്നത്. ദ ഹാങ്ഡ് മാൻ ഈ വായനയിൽ വരുമ്പോൾ ശത്രുക്കളുടെ ചതികൾക്കെതിരെ യൂണിവേഴ്സ് നൽകുന്ന ഏറ്റവും തന്ത്രപരമായ സംരക്ഷണമാണ് വെളിപ്പെടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ നിസ്സഹായരാണെന്ന് ശത്രുക്കൾക്ക് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളൊരു വലിയ വിജയത്തിനായി തയ്യാറെടുക്കുകയാണ്. ശത്രുക്കൾ നിങ്ങളിൽ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾ ശാന്തരായി ഒന്നിനോടും പ്രതികരിക്കാതെ നിൽക്കുന്നത് അവരെ ഭയപ്പെടുത്തും. അവരുടെ ആത്മവിശ്വാസം തകരും. ചെറിയ കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ പഠിക്കുന്നു. ശത്രുക്കൾ ചെറിയ വിജയത്തിൽ അഹങ്കരിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു ലക്ഷ്യത്തിനായി നിശബ്ദം കരുനീക്കുന്നു. ശത്രുക്കൾ നിങ്ങളെ ചതിയുടെ വലയിൽ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ വലയെ ഒരു ഊഞ്ഞാലാക്കി മാറ്റി വിശ്രമിക്കുകയാണ്. അവർക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പോരാടുന്നത് അവരുടെ തട്ടകത്തിലല്ല, മറിച്ച് യൂണിവേഴ്സ് ഒരുക്കിയ ഒരു തലത്തിലാണ്. ഇതാണ് ഇന്ന് കിട്ടിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.